ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ചാനൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഇതൊരു ആഘോഷങ്ങളുടെ ഒന്നും സമയമൊന്നുമല്ല എങ്കിൽ പോലും നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ആ ഒരു നന്ദി നിങ്ങളോട് പറയാതിരിക്കാനായിട്ട് വയ്യ. അപ്പോൾ ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതുവരെ എത്താനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ തുടർന്നും അതുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ള ചക്കക്കുരു വെച്ചിട്ടുള്ള ഷെയ്ക്കാണ്. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ് കേട്ടോ. പിന്നെ ചക്കക്കുരു വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും മനസ്സിലാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചക്കക്കുരു ആണ്. ഞാനിവിടെ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ടെടുക്കാം. പക്ഷേ അതുള്ളതാണ് കുറച്ചുകൂടെ ഹെൽത്തി. അതുപോലെ തന്നെ ഇതുണ്ടെങ്കിൽ അങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ സ്കിൻ കളഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞ് നീറ്റാക്കിയിട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരു നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-6 വിസിലടിച്ച് നന്നായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കുക. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളിത് അടിക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് അടിഞ്ഞു വരില്ല. അപ്പം അത്രയ്ക്ക് നന്നായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കുക. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ ചക്കക്കുരു അടിയാണ്ട് കിടക്കും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3-4 ടേബിൾ സ്പൂൺ നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർക്കുക. പിന്നെ ഞാനിതിലേക്ക് തിളപ്പിച്ചിട്ടുള്ള പാല് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊരു 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹോർലിക്സ് ആണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഷേക്ക് നന്നായി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അതുപോലെ ഒരുപാട് കട്ടിയും വേണ്ട. കാരണം അല്ലെങ്കിൽ ആ ചക്കക്കുരുവിൻ്റെ മാത്രം ഒരു ടേസ്റ്റ് ആയിരിക്കും നിൽക്കുക. അപ്പോൾ കുറച്ചൊരു കട്ടിയിലാണ് നമ്മളിതുപോലെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണത്തിൽ ഒരു റോസ് ഫ്ലേവർ ചേർത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ്സിൽ. അതുകൊണ്ടിട്ടാണ് ഇതുപോലെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലേവർ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു ഷേക്ക്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ട് എടുത്തിട്ട് മേളിൽ ഇത്തിരി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു എന്നേ ഉള്ളൂ. പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചക്കക്കുരു ഷേക്ക്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ശരിക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക്